ഹലോ എവ്രി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് സിന്ദഗി കാ സഫർ എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വീഡിയോസ് കുറേയൊക്കെ ഡിലേ ആവുന്നുണ്ട്, പക്ഷേ നമ്മളെല്ലാ ടോപ്പിക്സും തന്നെ കവർ ചെയ്ത് തന്നെയായിരിക്കും മുമ്പോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്തതാണ്. ഇത് രണ്ടാമത്തെ ചാപ്റ്ററാണ് സിന്ദഗി കാ സഫർ എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ടൊരു ഹൈക്യൂ ആണ്. 3 ഹൈക്യൂ കവിതകൾ, വളരെ ചെറിയ 3 ഹൈക്യൂ കവിതകൾ നമുക്കിതിനകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സിന്ദഗി കാ സഫർ എന്നതാണ് പാഠത്തിൻ്റെ പേര്. എന്ന് വെച്ചാൽ എന്താണ്? ജീവിത യാത്ര. സിന്ദഗി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം, സഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാത്ര. ഓക്കെ, ജീവിത യാത്ര. ഇനി രണ്ടാമത്തെ, അതായത് സിന്ദഗി കാ സഫർ എന്ന് പറയുന്നത് ഹൈക്യൂ കാറ്റഗറിയിൽ വരുന്ന ഒരു രചനയാണ്. ഹൈക്യൂ എന്ന് പറയുന്നത് 3 വരികൾ മാത്രമുള്ള ചെറിയ കവിതയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഇത് തന്നെയാണ്. ഹൈക്യൂ ക്യാ ഹെ? ഹൈക്യൂ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൈക്യൂ एक पारंपरिक ജാപ്പാനി കവിതാ ശൈലി ഹെ. എന്താണ്? ജപ്പാനി കവിതാ ശൈലിയാണ് ഹൈക്യൂ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഹിന്ദിയിലും വളരെ പോപ്പുലറാണ്. ഹൈക്യൂ एक ലഘു കവിത ഹോത്തി ഹെ ജിസ്മേ 3 പങ്ക്തിയാ ഹോത്തി ഹെ. അതായത് ഒരു ചെറിയ കവിതയാണ്. ഇതിൽ 3 വരികൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇനി നമ്മൾ ആ ഓരോ വരികളും എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ വരിയിൽ 5 ലെറ്റേഴ്സ് കാണും, രണ്ടാമത്തെ വരിയിൽ 7 ലെറ്റേഴ്സ്, മൂന്നാമത്തെ വരിയിൽ 5 ലെറ്റേഴ്സ്, അങ്ങനെ മൊത്തം 17 ലെറ്റേഴ്സ് മാത്രമായിരിക്കും നമുക്ക് ഈ കവിതയിൽ കാണാൻ കഴിയുക. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. കറക്റ്റ് ആ ലെറ്റേഴ്സിൻ്റെ എണ്ണം വെച്ചിട്ടൊരു കവിത എഴുതുക എന്ന് പറയുന്നത് അത്യാവശ്യം പാടുള്ള ഒരു കാര്യമാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള 3 ഹൈക്യൂ കവിതകളാണ്. അതിൽ ആദ്യത്തെ ഹൈക്യൂ എഴുതിയത് ഡോക്ടർ സുരംഗമ യാദവാണ്. डॉक्टर सुरंगमा यादव का जन्म उत्तर प्रदेश में हुआ. यादों के पंजी, भाव प्रकोष्ठ, गायकी सदी आदि उनके प्रसिद्ध हाइक्यू संग्रह है. രാംദാരി സിംഗ് ദിനകർ പുരസ്കാർ സെ വെ സമ്മാനിത് ഹെ. അപ്പോൾ ജനിച്ചത് ഉത്തർപ്രദേശിലാണ്. പ്രധാനപ്പെട്ട ഹൈക്യൂ രചനകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ രാംദാരി സിംഗ് ദിനകർ പുരസ്കാർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ, ഇത് രണ്ടാമത്തെ ആളാണ്, അതായത് രണ്ടാമത്തെ ഹൈക്യൂ കവിത എഴുതിയ ആളാണ്. ഓക്കെ, നമുക്ക് ആദ്യത്തെ ഹൈക്യൂ കവിതയാണ് എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ, അതിൽ ആദ്യത്തെ ഹൈക്യൂ കവിതയാണ് സുരംഗമ യാദവ് എഴുതിയതാണ്. അപ്പോൾ നമ്മൾ റൈറ്ററെ കുറിച്ച് നമ്മൾ നോക്കി. ഇനി നമുക്ക് ഹൈക്യൂ കവിതയുടെ മീനിങ്ങിലേക്ക് പോകാം. ജസ്റ്റ് ഒന്ന് വായിക്കാം. സൂഖ യാ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഖാർ എന്നതാണ് ആദ്യത്തെ ഹൈക്യൂ കവിത. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ വരിയിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ട്? 5 ലെറ്റേഴ്സ് ഉണ്ട്. രണ്ടാമത്തെ ഇതിൽ 7 ലെറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഇതിലും 5 ലെറ്റേഴ്സ്. അത് ആ ഒരു പാറ്റേൺ തന്നെ 5, 7, 5 എന്ന് പറയുന്ന പാറ്റേൺ തന്നെ ഫോളോ ചെയ്ത് എഴുതിയിട്ടുള്ളതാണ്. ഇനി നമുക്ക് നോക്കാം. സൂഖ യാ ബാഡ് സാഹബ് കെ ആംഗൻ സദാ ഫുഖാർ. സൂഖ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരൾച്ച, ബാഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം, സാഹബ് എന്നാൽ മുതലാളി എന്നതാണ് അർത്ഥമാക്കുന്നത്, ആംഗൻ എന്നാൽ മുറ്റം, സദാ എപ്പോഴും, ഫുഹാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ തുള്ളികൾ എന്നാണ്. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ സിന്ദഗി കാ സഫർ, അല്ലെങ്കിൽ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്, ആളുകളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ഇതിനകത്ത് എന്താണ്, 2 കാറ്റഗറിയിലുള്ള ആളുകൾ, അത് മുതലാളികളുണ്ട്, അതുപോലെ തന്നെ ദരിദ്ര, അതായത് ഗരീബായിട്ടുള്ള ആളുകളുമുണ്ട്. ഓക്കെ, അവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് കാണിക്കാനാണ് ഈ കവിത പ്രധാനമായിട്ടും എഴുതിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മീനിങ് ആയിട്ട് പറയുവാണെങ്കിൽ വരൾച്ചയാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും മുതലാളിയുടെ മുറ്റത്ത് അതിൻ്റെ ചെറിയ തുള്ളികൾ മാത്രം എന്നതാണ് ഏറ്റവും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ്. അതായത് വരൾച്ച വന്നാലും വെള്ളപ്പൊക്കം വന്നാലും അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമാണ് അവരെ ബാധിക്കുകയുള്ളൂ, മുതലാളി വർഗത്തെ ബാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ സമ്പന്നരെ ബാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ കവയിത്രി പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൻ്റെ ഒരു മീനിങ്ങിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു കവിതയുടെ മീനിങ് അത്രേ ഉള്ളൂ. 3 വരിയിൽ വളരെ വലിയൊരു വളരെ വലിയൊരു അർത്ഥം, അതായത് നമ്മൾ കബീർദാസിൻ്റെയൊക്കെ ദോഹ പറയുന്ന പോലെ കുറഞ്ഞ വരികളിൽ വലിയ അർത്ഥം, അതാണ് ഇതുകൊണ്ട് ഹൈക്യൂ എന്ന കവിതകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അതിൻ്റെ നോട്ടും കൂടി ഇതിനൊപ്പം തന്നെ പറഞ്ഞു പോവുകയാണ്. അമീർ ലോഗോംബർ മുസീബത്തോങ്ക അസർ നെഹി ഹോത്ത. നമ്മൾ ജനറലി നോക്കുകയാണെങ്കിൽ അത്യാവശ്യം സമ്പത്തുള്ള അല്ലെങ്കിൽ മുതലാളിമാരായിട്ടുള്ളവർക്ക് എന്ത് വന്നാലും അതിൻ്റെ എഫക്റ്റ് വളരെ കുറവായിരിക്കും. ഇപ്പം വെള്ളപ്പൊക്കം വന്നാലും വരൾച്ച വന്നാലും ഇപ്പം വെള്ളപ്പൊക്കത്തിലൊക്കെ വീട് നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുക, ഒരു ധനികനായ ഒരാളുടെ, അയാൾക്കത് കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ റീബിൽഡ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്.
നല്ലൊരു പാവപ്പെട്ട ആളുടെയാണ് വീട് നഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് വളരെ ബുദ്ധിമുട്ടാണ് ഇനി രണ്ടാമതൊരെണ്ണം ഉണ്ടാക്കാൻ. ഓക്കെ, അതാണ് ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് വരൾച്ചയാണെങ്കിലും വെള്ളപ്പൊക്കമാണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ മുതലാളി വർഗത്തെ ബാധിക്കുകയുള്ളൂ. അമീർ ലോഗോं पर मुसीबतों का असर नहीं होता, ഗരീബ് ലോഗ് ഹർ മുഷ്കിൽ കാ സാമന കർത്തേ ഹെ. എന്താണ് സാധാരണ ആളുകൾ എന്താണ് അല്ലെങ്കിൽ ദരിദ്രരായിട്ടുള്ള ആളുകൾ എല്ലാ പ്രശ്നങ്ങളും അവർ നേരിടേണ്ടതായിട്ട് വരും. യേ ദോനോ കെ ബീച്ച് കെ അന്തർ കോ ദിക്കാത്ത ഹെ. ഇതാണ് മുതലാളി വർഗവും അതുപോലെ തന്നെ എന്താണ് സാധാരണ ആളുകളും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് ഇത് തന്നെയാണ്. നമുക്കതിൻ്റെ ഡീറ്റെയിൽ മീനിങ് ഉണ്ട് കേട്ടോ. സ്വർഗമ യാദവ് കി യേ ഹൈക്യു സമാജ് കി സച്ചായി ദിഖാത്താ ഹെ. അതായത് നമ്മുടെ സൊസൈറ്റിയിലെ ആ ഒരു റിയാലിറ്റി അതിനെ കാണിക്കുന്ന വരികളാണ് ഈ കവിതയിലുള്ളത്. യേ അമീരി ഓർ ഗരീബി ക അന്തർ ബതാത്താ ഹെ. അമീർ ഓർ ഗരീബ് ഇവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. പഹലി പങ്ക്തി ആം ലോഗോं की मुश्किलों को बताती है. ആദ്യത്തെ വരിയിൽ തന്നെ നമുക്കറിയാം സൂഖ യാ ബാഡ്, അത് ബാധിക്കുന്ന ആരാണ്? സാധാരണ ആളുകളെയാണ്. അപ്പോൾ അവരുടെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നമുക്ക് ആദ്യമേ മനസ്സിലാവുന്നത്. സൂഖ പടേ യാ ബാഡായ ഗരീബ് ആദ്മി കോ ഹി പരേശാനി ഹോത്തി ഹെ. എന്താണ് ഇങ്ങനെ എന്ത് വന്നാലും അത് ബാധിക്കുന്ന സാധാരണ ആളുകളെയാണ്. പ്രത്യേകിച്ച് കൃഷിക്കാരെയൊക്കെ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും ബാധിക്കും. വരൾച്ച വന്നാലും അതുപോലെ തന്നെയാണ്. ദൂസരി പങ്ക്തി അമീർ യാ ബഡേ ആദ്മിക്ക് ബാത് കർത്തി ഹെ. ഇനി രണ്ടാമത്തെ വരികളിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് അമീർ യാ അല്ലെങ്കിൽ മുതലാളി വർഗത്തെക്കുറിച്ചാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. സാഹബ് ക ആംഗൻ ഉൻകെ സുരക്ഷിത് ജീവൻ കെ ദായരെ കാ പ്രതീക് ഹെ. സാഹബ് ക ആംഗൻ അതായത് മുതലാളിയുടെ മുറ്റം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവർ ആ ഒരു ചുറ്റുവട്ടത്ത് അവർ സുരക്ഷിതരാണ്. അവരുടെ വീട്ടിൽ അവരുടെ മുറ്റത്ത്, അതിന് പുറത്തേക്കാണ് എന്ത് വന്നാലും അതിൽ പുറത്തുള്ള ആളുകളെയാണത് ബാധിക്കുക. അപ്പോൾ ആ ഒരു ചുറ്റുവട്ടത്ത് അവർ സുരക്ഷിതരാണ് എന്നും കൂടി കവയത്രി പറയുന്നു. തീസരി പങ്ക്തി ബതാത്തി ഹെ കി ബാഹർ കിത്നി ബി മുഷ്കിൽ ക്യോ ന ഹോ സാഹബ് കെ ജീവൻ മേ ബാഹരി പരേശാനിയോ കാ കോയി അസർ നഹി ഹോത്ത. അതായത് പുറത്ത് എത്ര തന്നെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും എന്താണ് മുതലാളിയുടെ ജീവിതത്തെ അത് ബാധിക്കുന്നത് വളരെ കുറവ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരുപക്ഷെ ബാധിക്കണമെന്നും ഇല്ല എന്നുകൂടി കവയത്രിയുടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ് ആദ്യത്തെ ഹൈക്യു എന്ന് പറയുന്നത്. ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ എന്താണ്, അല്ലെങ്കിൽ ഒറ്റ വാക്യത്തിൽ പറയുവാണെങ്കിൽ വരൾച്ച വന്നാലും വെള്ളപ്പൊക്കം വന്നാലും അതിൻ്റെ ഒരു ചെറിയ അംശം മാത്രമേ മുതലാളി വർഗത്തെ ബാധിക്കുകയുള്ളൂ. ഓക്കെ, ഇത് കുറച്ചുകൂടി സിമ്പിളായിട്ട് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ രണ്ടാമത്തെ ഹൈക്യു നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, സോ ഗൈസ് സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.